ഹായ് മക്കളെ, റിഡോക്സ് പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ആദ്യം ഈ ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അഥവാ സമീകൃത രാസസമവാക്യം എന്ന് പറഞ്ഞാൽ, ഒരു രാസസമവാക്യത്തിൽ നിങ്ങൾക്കറിയാം റിയാക്റ്റൻ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഉണ്ടാവും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഭികാരങ്ങളുണ്ടാവും, ഉൽപ്പന്നങ്ങളുണ്ടാവും. ഈ അഭികാരങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാക്കുന്ന പ്രോസസ്സ്, ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സോ ആ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളുടെയും എണ്ണം സെയിം ആക്കുക. അങ്ങനെ സെയിം ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 3 എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സെയിം ആക്കി എഴുതാൻ നോക്കാം. എടാ, മീഥൈനും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നു. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ മീഥൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരാണെന്നറിയാമോ? അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തരുമായിരിക്കും, നിങ്ങൾ മുമ്പ് പഠിച്ചത് അല്ല എങ്കിൽ. മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 ആണ്. ഓക്കെ. ഓക്സി എന്ന് പറഞ്ഞാൽ O ആണ്, പക്ഷേ ഓക്സിജൻ O2 ആയിട്ടാണ് നിൽക്കുക, ഡയാറ്റോമിക് ആണ്. O2 എന്ന് പറഞ്ഞാൽ എപ്പോഴും നിൽക്കുക, അപ്പോൾ O2. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2 ആണ്, അതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. ഇനി നിങ്ങൾ അഭികാരവും നോക്കുക, ഉൽപ്പന്നവും നോക്കുക, എന്നിട്ട് എണ്ണം സെയിം ആണോ നോക്കുക. വെരി സിമ്പിൾ. എണ്ണം സെയിം ആണോ നമ്മൾ നോക്കാൻ പോവാണ്. നോക്കടാ മക്കളെ, ഇവിടെ കാർബൺ 1 ആണ്, അപ്പുറത്തും കാർബൺ 1 ആണ്, സെയിം. ഇവിടെ ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്, അവിടെ ഹൈഡ്രജൻ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ആറ്റാണോ കുറവ് അതിന് മുന്നിൽ നമ്പർ ഇട്ട് കൊടുക്കുക, 2H2. അപ്പോൾ 2 × 2 എന്ന് പറയും 4 ആയി. അപ്പോൾ അവിടെയും 4 ആയി, ഇവിടെയും 4 ആയി. ഇനി ഓക്സിജൻ നോക്കണം. ഓക്സിജൻ ഇവിടെ 2 എണ്ണമാണ്, പക്ഷേ ഇവിടെ ഓക്സിജൻ, ഈ ഓക്സിജൻ്റെ മുന്നിൽ കണ്ടോ 2 H2O എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഓക്സിജൻ. അപ്പോൾ 2 H2O എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ, അഥവാ ഈ 2 ഓക്സിജനും കൂടെ ബാധകമാണ്. അപ്പോൾ ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. സോറി, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. CO2 2 എണ്ണം ഉണ്ട്, H2O 2 എണ്ണം ഉണ്ട്, 2. അപ്പോൾ 4 എണ്ണം ഇവിടെ ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 4 എണ്ണം ആക്കാൻ വേണ്ടി നമ്മൾ 2 ഇട്ട് കൊടുക്കും. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് റിയാക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഹൈഡ്രജനും അയഡിനും ചേർന്നിട്ട് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്നു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2 ആണ്. ഓക്കെ. അയഡിൻ എന്ന് പറഞ്ഞാൽ I2 ആണ്. ഓക്കെ. അപ്പോൾ H2 + I2. ഹൈഡ്രജൻ അയഡൈഡ് എന്ന് പറഞ്ഞാൽ HI ആണ്. ഓക്കെ. ഇനി ബാലൻസ് ചെയ്യാൻ പോവാണ്. H2 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ ഇവിടെ എത്ര H ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ഇട്ട് കൊടുത്തു, അപ്പോൾ 2H ആയി. ഇനി I2 എത്ര ഉണ്ട്? 2 എണ്ണം. ഇവിടെ I 1 ഉള്ളൂ, പക്ഷേ ഈ ഐൻ്റെ മുന്നിൽ എഴുതി 2 അയാൾക്കും ബാധകമാണ്. അപ്പോൾ 2 അയഡിൻ ബാലൻസ്ഡ്. മൂന്നാമത്തെ ഇക്വേഷനിലും കൂടെ ഞാൻ ലാസ്റ്റ് പറയാം. Na + H2O ഗീവ്സ്, ഓൾറെഡി റിയാക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്, ഇനി ബാലൻസ് ചെയ്താൽ മതി. Na ഇവിടെ എത്ര ഉണ്ട്? 1. ഇവിടെ എത്ര ഉണ്ട്? 1. ഓക്കെ, അത് സെറ്റ്. H ഇവിടെ എത്ര ഉണ്ട്? 2. ഇവിടെ എത്ര H? ഇവിടെ 2ഉം 1ഉം 3H ഉണ്ട്. ഇവിടെ 2H, ഇവിടെ 3H. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? അതിനുള്ള ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2 അല്ലേ, ഇവിടെ 1 അല്ലേ, ഈ Hന് മുന്നിൽ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് 2 ഇട്ട് കൊടുക്കും. അങ്ങനെ 2 ഇട്ട് കൊടുത്താൽ ഈ Hൻ്റെ മുന്നിൽ 2 ഇട്ട് കൊടുത്താൽ 2ഉം ഈ Hൻ്റെ മുന്നിലുള്ള 2ഉം, അപ്പോൾ 2 × 2 4 ആയി അവിടെ. ഇനി ഇവിടെ ഞാൻ സുഖത്തിൽ ഇവിടെ 2 ഇട്ട് കൊടുക്കും, അപ്പോൾ 2 × 2 4 ആയി. അഥവാ ഇവിടെയും 4 ആക്കി, അവിടെയും 4 ആക്കി. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ സോഡിയത്തിന് മുന്നിലാണ് 2 ഇട്ട് കൊടുത്ത്, അപ്പോൾ സോഡിയം 2 എണ്ണം ഉണ്ട്, സോഡിയം 2 എണ്ണം. ഞാൻ ഓക്സിജൻ്റെ മുന്നിലാണ് 2 എണ്ണം ഇട്ട് കൊടുത്ത്, അപ്പോൾ ഓക്സിജൻ 2 എണ്ണം. ഓക്കെ, ഓക്സിജൻ 2 എണ്ണം, ബാക്കിയെല്ലാം സെയിം. സോ മക്കളെ, ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്തിനാണ് ഇങ്ങനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങളുടെ മാസും റിയാക്റ്റൻറ്റുകളുടെ മാസും ഉൽപ്പന്നങ്ങളുടെ മാസും പ്രൊഡക്റ്റുകളുടെ മാസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അഥവാ മാസ് സംരക്ഷണ നിയമം. ലാവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് നമുക്ക് പറഞ്ഞത്. ലാവോസിയെ. ലോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അപ്പോൾ തന്നെ ആ സയൻറ്റിസ്റ്റ് പേര് ലോ ഓഫ് കൺസർവേഷൻ, ലാവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പം അഭികാരങ്ങളുടെ മാസും പ്രൊഡക്റ്റുകളുടെ മാസും എപ്പോഴും തുല്യമായിരിക്കും. അതെങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തരുടെ മാസം എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. ആ ക്വസ്റ്റ്യനിൽ തന്ന മാസ് വെച്ച് നമ്മൾ പറയും കാർബണിൻ്റെ മാസ് 12 യൂണിറ്റ് ആണ്, ഓക്സിജൻ്റെ മാസ് ഒരു ഓക്സിജൻ്റെ മാസ് 16 യൂണിറ്റ് ആണ്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ടായതുകൊണ്ട് 16ഉം 16ഉം 32 യൂണിറ്റ് ആണ്. ഇനി ഇവിടുത്തെ യൂണിറ്റ് ഒന്ന് നോക്കാം. ഇവിടെ കാർബണിൻ്റെ യൂണിറ്റ് 12 ആണ്. ഓക്കെ. ഓക്സിജൻ്റെ യൂണിറ്റ് 32 ആണ്. 12ഉം 32ഉം 44 യൂണിറ്റ് ആണ്. അഥവാ ഇവർ 2 പേരും കൂടെ ചേർത്താൽ കിട്ടുന്നത് 44, ഇവിടെ ഉള്ളതും 44. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അഥവാ ഒരു റിയാക്ഷൻ നിങ്ങൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, സമീകരിച്ച് കഴിഞ്ഞാൽ, അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കും. 2H2 + O2 = 2H2O. 2H2 എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. അതിൻ്റെ കാരണം ഒരു Hൻ്റെ യൂണിറ്റ് 1 യൂണിറ്റ് ആണ്. അങ്ങനെ 2 Hൻ്റെ യൂണിറ്റ് 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റുള്ള 2H2, 2 യൂണിറ്റുള്ള 2H2, അപ്പോൾ 4 യൂണിറ്റ്. ഓക്കെ. O2ൻ്റെ യൂണിറ്റ് അഗെയിൻ 32 യൂണിറ്റ് ആണ്. 32 യൂണിറ്റും 36 യൂണിറ്റും. ദെൻ ഇനി ഇവിടുത്തെ എങ്ങനെയാണ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഈ 2 ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് H2ൻ്റെ യൂണിറ്റ് നോക്കുക. H2 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. O എന്ന് പറഞ്ഞാൽ 16 യൂണിറ്റ് ആണ്. 16ഉം 2ഉം 18 യൂണിറ്റ് ആണ് ഇത്. അങ്ങനെ 18 യൂണിറ്റുള്ള H2O 2 എണ്ണം.
18 യൂണിറ്റുള്ള H2O 2 എന്ന് പറയുമ്പോൾ 36 യൂണിറ്റ്. എടാ 32ഉം 34ഉം കൂട്ടിയാൽ 36 യൂണിറ്റ് കിട്ടും. ഇവിടെയും 36 യൂണിറ്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ബാലൻസ് ചെയ്ത് ഇതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതിയത്. അല്ലാണ്ട് ഒരാൾ H2 + O2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല. അപ്പോൾ ബാലൻസിങ്ങും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ. ദെൻ ഈ റിയാക്ഷൻ ചാപ്റ്ററിൻ്റെ പേരിൽ റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്നാണ് പറഞ്ഞത്. അതിലെ ഒന്നാമത്തെ ടേമാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ടേം. എന്താണ് ഓക്സിഡേഷൻ എന്നുള്ളത് പല രൂപത്തിൽ നമുക്ക് പറയാം. അതിൽ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത്, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നോട്ട് ദ പോയിന്റ്, ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഇലക്ട്രോൺ മൊത്തം കൊടുത്തു. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മിഠായിയാണെന്ന് വിചാരിച്ചോ. ഞാൻ എൻ്റെ മിഠായി എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയാൽ, ഞാൻ വേറെ ആൾക്ക് കൊടുത്താൽ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിലോ നേരെ തിരിച്ചു പറ, ഇലക്ട്രോൺ വാങ്ങുന്നതാണ് റിഡക്ഷൻ. ഇലക്ട്രോൺ വാങ്ങുന്നതാണ്, ഇലക്ട്രോൺ നേടുന്നതാണ് റിഡക്ഷൻ. ഓക്കെ, നമ്മൾ രണ്ട് പേരുണ്ട്, എയും ബിയും ഉണ്ട്, ഞാനും ഉണ്ട്, വേറൊരാളുണ്ട്. ഞാൻ അയാൾക്ക് മിഠായി കൊടുത്തു, അപ്പോൾ കൊടുത്ത എനിക്ക് നഷ്ടം വന്നു, അപ്പോൾ ഓക്സിഡേഷൻ. വാങ്ങിയ അയാൾക്ക് അത് നേടി, അപ്പോൾ അത് റിഡക്ഷൻ. സോ ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കും, ഒരാൾക്ക് റിഡക്ഷൻ. റിഡക്ഷൻ്റെ മലയാളം നിരോക്സീകരണവും നടക്കും. യെസ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സാറിന് പറഞ്ഞുതരാൻ പറ്റുമോ? വെരി സിമ്പിൾ. ഈ റിയാക്ഷനുകളൊക്കെ നോക്കടാ മക്കളെ. ഈ റിയാക്ഷനുകളിലെല്ലാം പൊട്ടാഷ്യം എന്ന് പറയുന്നയാൾ, അതാ കാണുന്നില്ല, പൊട്ടാഷ്യം എന്ന് പറയുന്നയാൾ പൊട്ടാഷ്യം തൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് കൊടുത്തു. എങ്ങനെയാണ് സാറേ കൊടുത്തു എന്ന് മനസ്സിലായത്? പ്രൊഡക്റ്റിലാണ് ഇലക്ട്രോൺ എഴുതിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദ പൊട്ടാഷ്യം എന്ന് പറയുന്ന ആൾ കൊടുത്തു ഒരു ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ കൊടുത്തപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ ചാർജ് പൊട്ടാഷ്യം പ്ലസ് ആയി, അപ്പോൾ അത് കൊടുക്കലാണ്. സിങ്ക് എന്ന് പറയുന്നയാൾ 2 ഇലക്ട്രോണിന് കൊടുത്തു, അപ്പോൾ Zn2+ ആയി. സൾഫർ S- എന്ന് പറയുന്നയാൾ, S- എന്ന് പറയുന്നയാൾ, മൈനസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഒരു ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണിന് കൊടുത്തു. S- എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിന് കൊടുത്തു. S- എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിന് കൊടുത്തു. സെറ്റ്. S- എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് കൊടുത്തു. എടാ S- എന്ന് പറയുന്നയാൾക്ക് ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ ഒരു മൈനസിന് അയാൾ കൊടുത്തു, അപ്പോൾ S ആയി. പിന്നെ പ്ലസ് വേണ്ട, S ആയി. സോ ഇതെല്ലാം കൊടുക്കലാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയ ഫസ്റ്റ് എക്സാമ്പിൾ എഴുതിയ ഇവരെല്ലാവരും എന്താണ്? ഓക്സിഡേഷനാണ്, ഓക്സീകരണമാണ്. എങ്കിൽ താഴോട്ട് എഴുതിയത് നോക്കിക്കേ, താഴെ എഴുതിയ ആളുകളെ നോക്കിക്കേ. ഇവിടെ ഈ F എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണെ വാങ്ങിയതുകൊണ്ടല്ലേ ഇവിടെ പ്ലസ് എഴുതിയത്. F എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണെ വാങ്ങി, അപ്പോൾ F- ആയി. എന്താ മൈനസ് ആവാൻ കാരണം? ഒരു മൈനസിനെയാണ് വാങ്ങിയത്. ഓക്സിജൻ എന്ന് പറയുന്ന ആൾ 2 ഇലക്ട്രോണെ വാങ്ങി, അപ്പോൾ O2- ആയി. Cu2+ എന്ന് പറയുന്ന ഓൾറെഡി 2+ ചാർജ് ഉള്ള ആൾ 2 മൈനസിനെ വാങ്ങി, അപ്പോൾ 2 പ്ലസും 2 മൈനസും കൂടെ 0 ചാർജ് Cu ആയി. അപ്പോൾ ഇവരൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്? നിരോക്സീകരണമാണ് അഥവാ റിഡക്ഷനാണ്. വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? നിരോക്സീകരണമാണ് അഥവാ റിഡക്ഷനാണ്. സോ ഇലക്ട്രോണിന് കൊടുക്കുന്ന പ്രോസസ്സെല്ലാം ഓക്സിഡേഷനും ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ്സെല്ലാം റിഡക്ഷനുമാണ്. മറക്കരുത്, റിഡക്ഷനുമാണ്. അത് സെറ്റ് അല്ലേ? ദെൻ മക്കളെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഓക്സീകരണമെന്നും, ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് നിരോക്സീകരണമെന്നും വിളിക്കാം. അതാണ് റിഡക്ഷൻ. പേരിൽ തന്നെ റിഡക്ഷൻ കുറയുക. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷനും, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷനും എന്ന് വിളിക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? എങ്കിൽ അതെങ്ങനെയാണ് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാറേ? വെരി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതും ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതും വെരി സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. സെറ്റായിട്ട് മനസ്സിലാക്കിക്കോ. അതായത് നമുക്ക് 2 എക്സാമ്പിൾ ഉണ്ടടാ. ഓക്സിഡേഷൻ നമ്പർ കൂടുമോ കുറയുമോ എന്ന് നോക്കാൻ. അത് കൂടുമോ കുറയുമോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് അറിയണ്ടേ? വെരി സിമ്പിളായിട്ട് നോക്കിക്കോ. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ കൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും, അല്ലെങ്കിൽ വാങ്ങുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. ഒന്നുകിൽ കൊടുത്തത് അല്ലെങ്കിൽ വാങ്ങിയത്, അഥവാ റിയാക്ഷനിൽ ഉപയോഗിച്ച ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അയാളുടെ ഓക്സിഡേഷൻ നമ്പർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ഈ HNO2 എന്ന് പറയുന്ന ആളെ കണ്ടോ? ഇയാൾക്ക് ടോട്ടൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇയാളുടെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇയാളുടെയും ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ ടോട്ടൽ ഇവരുടെയൊക്കെയും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. എങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾക്ക് ഈ കോമ്പൗണ്ടിൽ അയാളുടെ ചാർജ്,
ഈ കോമ്പൗണ്ടിൽ അയാളുടെ ചാർജ് +1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെത് +1 ആയിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ്റെ ചാർജ് +1 ആണ്. നൈട്രജൻ്റെത് ഇതിലില്ല. അപ്പോൾ നൈട്രജൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ പ്രകാരം നൈട്രജൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്സിജൻ്റെ അധിക കേസിൽ -2 ആയിരിക്കും. ഓക്സിജൻ 2 എണ്ണം വാങ്ങുന്നയാളാണ്. ഹൈഡ്രജൻ കൊടുക്കുന്നയാളാണെങ്കിൽ ഓക്സിജൻ 2 എണ്ണം വാങ്ങുന്നയാളാണ്. അപ്പോൾ ഓക്സിജൻ്റെത് -2 ആണ്. അപ്പോൾ നൈട്രജൻ്റെ അത് അറിയില്ല X. പക്ഷേ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ്റെതും നൈട്രജൻ്റെ ഓക്സിജൻ്റെ എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു ഹൈഡ്രജൻ്റെ ചാർജ് +1 പ്ലസ് നൈട്രജൻ്റെ ചാർജ് X പ്ലസ് ഓക്സിജൻ്റെ ചാർജ് -2. അങ്ങനെ 2 ഓക്സിജൻ ഉണ്ടായതുകൊണ്ട് 2 × -2 2 × -2 എല്ലാം കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. +1 + X. അപ്പോൾ 1 + X 1 + X 2 × -2 -4 = 0. അങ്ങനെയാണെങ്കിൽ 1 നിന്ന് -4 പോയാൽ -3. X - 3 = 0. അഥവാ X ഈ -3 അങ്ങോട്ട് പോകുമ്പോൾ +3. നൈട്രജൻ്റെ ചാർജ് +3 ആണെന്ന് കിട്ടി. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. എഗെയിൻ Mn2O7. Mn2O7 നമുക്ക് ആരെയാണ് അറിയാത്തത്? Mn2O7 Mnൻ്റെത് അറിയില്ല X. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്സിജൻ്റെത് -2 ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. ഓക്സിജൻ്റെത് -2 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എത്ര X ഉണ്ട്? ഒരു Mn X, അങ്ങനെയാണെങ്കിൽ 2 Mn 2X. അപ്പോൾ 2X പ്ലസ് ഒരു ഓക്സിജന് -2, അങ്ങനെ 7 ഓക്സിജന് -2 × 7 = 0. ടോട്ടൽ ചാർജ് എപ്പോഴും 0 എന്ന് സാർ പറഞ്ഞു. ദെൻ 2X -2 × 7 -14 = 0. അങ്ങനെയാണെങ്കിൽ -14 അങ്ങോട്ട് പോയാൽ 2X = 14. അങ്ങനെയാണെങ്കിൽ X = 14/2 = 7. മാംഗനീസിൻ്റെ ചാർജ് +7. ഇവിടെ +3, ഇവിടെ +7. സെറ്റ് K2Cr2O7 CR-ൻ്റെതാണ് കാണേണ്ടത്. CR7 ക്രിസ്ത്യാനോ CR-ൻ്റെതാണ് കാണേണ്ടത്. CR-ൻ്റെത് എങ്ങനെയാണ് കാണുക? പൊട്ടാഷ്യത്തിൻ്റെത് എപ്പോഴും +1. ആൽക്കലി മെറ്റൽസ് ആണോ അവരുടെ ഒക്കെയും +1 ആയിരിക്കും. ആൽക്കലി ലോഹങ്ങളാണെങ്കിൽ +1. പൊട്ടാഷ്യം +1, സോഡിയം +1. സോ പൊട്ടാഷ്യം +1. ക്രോമിയത്തിൻ്റെത് അറിയില്ല X. ഓക്സിജൻ്റെത് എഗെയിൻ -2. എത്ര പൊട്ടാഷ്യം ഉണ്ട്? 2 പൊട്ടാഷ്യം ഉണ്ട്. അപ്പോൾ +2 പ്ലസ് എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. അപ്പോൾ 2X. എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × 7 അഥവാ 7 × -2. എത്ര ആളുണ്ടോ അതെല്ലാം ഇൻറ്റു ചെയ്യണം. ടോട്ടൽ ചാർജ് 0. എഗെയിൻ 2 + 2X -14 = 0. എഗെയിൻ 2 - 14 എന്ന് പറഞ്ഞാൽ -12. 2X - 12 = 0. 2X = 12. ദെൻ X = 12/2 = +6. ഇങ്ങനെയാണടാ ഓക്സിഡേഷൻ നമ്പർ കാണൽ. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ. ഇനി ഇത് എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പോൾ റിഡക്ഷൻ എന്നൊക്കെ സാറ് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ചെയ്യുക? വെരി സിമ്പിൾ. നോക്കിക്കോളൂ. ഇവിടെ H2 എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ ചാർജ് 0 അല്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് 0 ആണ്. പിന്നെ Hൻ്റെ ചാർജ് 0, H2ൻ്റെ ചാർജ് 0. പിന്നെ അവിടെ ഒന്നും നോക്കണ്ട. പിന്നെ അതിലൊരു Hൻ്റെ ചാർജ് +1 ഇടാൻ പോകരുത്. H മാത്രമേ ഉള്ളെങ്കിൽ അത് 0 ആയിരിക്കും. വേറെ ആരും ഇല്ലെങ്കിൽ അത് 0 ആയിരിക്കും. Cl മാത്രമേ ഉള്ളൂ 0. എന്നാൽ HClൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. പക്ഷേ നമുക്കറിയാം Hൻ്റെ ചാർജ് +1ഉം സ്വാഭാവികമായിട്ടും Clൻ്റെ ചാർജ് -1 ആയിരിക്കും. കാരണം HCl +1ഉം -1ഉം +1ഉം 0. ടോട്ടൽ 0 കിട്ടണം. സോ HCl. ഇനി മക്കൾ പറ, H2ൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 0, പക്ഷേ അവിടെ Hൻ്റെ എത്തിയപ്പോൾ +1. 0 ഉള്ളത് +1 ആയി, 0 ഉള്ളത് +1 ആയി. ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലേ? ദെൻ വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നോക്കടാ, Cl2 ഇവിടെ 0, അവിടെ എത്തിയപ്പോൾ -1 കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, ഈ കൂടിയ ആളെ നമ്മൾ വിളിക്കും ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. അഥവാ ഇവിടെ ഓക്സിഡേഷൻ നടന്നത് H2-വിനാണ് ഓക്സീകരണം നടന്നത്. Cl2-വിന് എന്താ നടന്നത്? നിരോക്സീകരണം. ശരിയല്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ എടുത്ത് ഞാൻ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നോക്കിക്കോടാ. Mg + 2HCl gives MgCl2 + H2. വേഗത്തിൽ പറയാം. Mg ഒറ്റക്കാണ് നിൽക്കുന്നവൻ. ഒറ്റക്ക് നിന്നവൻ ഹീറോയാണ് 0. Mg ഒറ്റക്ക് നിന്നവൻ ഹീറോ 0. Mg ഒറ്റക്കാണ് നിൽക്കുന്നത് 0. HCl 1 +1 1 -1 നമ്മൾ തൊട്ട് മുമ്പ് എഴുതി. MgCl2 ഒറ്റക്കല്ല, അപ്പോൾ 0 അല്ല. Clൻ്റെ ചാർജ് -1 നേരത്തെ ടേബിളിലുണ്ട്. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ, ഹാലോജനുകൾക്കൊക്കെ -1 ആയിരിക്കും. -1 ആണെങ്കിൽ Mgൻ്റെ ചാർജ് എന്തായിരിക്കും നമുക്ക് നോക്കാം. Mg X അല്ലേ? അപ്പോൾ X -1 × 2 -1 × 2 X + -1 × 2
ടോട്ടൽ ചാർജ് 0 കിട്ടണം. ടോട്ടൽ ചാർജ് MgCl2ൻ്റെ ടോട്ടൽ ചാർജ് 0 കിട്ടണം. അപ്പോൾ x - 2 = 0, x = +2 എന്ന് കിട്ടും. അഥവാ mgയുടെ ചാർജ് +2 ആണ്. mgയുടെ ചാർജ് +2 ആണ്. mgയുടെ ചാർജ് +2 ആണ്. H2 ഒറ്റക്ക് നിൽക്കുന്നു 0. ഇനി നമുക്ക് നോക്കാം. H ഒറ്റക്ക് നിൽക്കുന്നു 0. ദെൻ ഇനി നമുക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോവുകയാണ്. mg0 ഉള്ളത് +2 ആയി കൂടി. mg0 ഉള്ളത് +2 ആയി കൂടി. ഓക്സീകരണം, ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ. യെസ്. ദെൻ HCl +1 അപ്പുറത്ത് 0. Cl - 1 Cl - 1 Cl വ്യത്യാസമല്ല. പക്ഷേ HCl +1 ഇപ്പുറത്ത് 0. കുറഞ്ഞു. ഹൈഡ്രജൻ HCl ഹൈഡ്രജൻ്റെത് കുറഞ്ഞു. അപ്പോൾ എന്താണ് മക്കളെ? നിരോക്സീകരണം. ഇനി ഒരൊറ്റ പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. എന്താണ്? റെഡി മക്കളെ? നോക്കടാ മക്കളെ. യെസ്. എടാ, ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കുമ്പോൾ, എനിക്ക് ഓക്സിഡേഷൻ നടന്നു, അവിടെ റിഡക്ഷനും നടന്നു. അപ്പോൾ രണ്ടാളുണ്ടായിരുന്നു അവിടെ. എയും ഉണ്ടായിരുന്നു, ബിയും ഉണ്ടായിരുന്നു. എക്ക് ഓക്സിഡേഷൻ നടന്നു, ബിക്ക് റിഡക്ഷനും നടന്നു. ഓക്കെ, എക്ക് ഓക്സീകരണവും നടന്നു, ബിക്ക് റിഡക്ഷനും നടന്നു. എങ്കിൽ എയെ സഹായിച്ചതാരാ? ബി അല്ലേ? എക്ക് ഓക്സിഡേഷൻ നടക്കാൻ, എയും ബിയും തമ്മിലാണല്ലോ റിയാക്ഷൻ നടന്നത്. എയും ബിയും തമ്മിൽ നടന്നപ്പം ഒരാൾക്ക് ഓക്സിഡേഷൻ നടന്നു, മറ്റേ റിഡക്ഷനും നടന്നു. അപ്പോൾ എയെ ഓക്സിഡേഷന് സഹായിച്ചത് ബി അല്ലേ? അപ്പോൾ ബിയെ നമ്മൾ പറയും എയുടെ സഹായി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ്റെ സഹായി. അഥവാ ബി എന്ന് പറയുന്നത് ഓക്സീകാരിയാണ്. നിരോക്സീകരണം നടന്ന, റിഡക്ഷൻ നടന്ന ബി റെഡ്യൂസിങ് ഏജന്റ് അല്ല, ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ നേരെ തിരിച്ച് റിഡക്ഷൻ നടന്നയാൾ ഓക്സിഡൈസിങ് ഏജന്റും, ഓക്സിഡൈസിങ് ഏജന്റും, ഓക്സിഡേഷൻ നടന്ന എ റെഡ്യൂസിങ് ഏജന്റുമാണ്. എന്താ കാരണം? എ ബിയെ സഹായിച്ചു. ബിക്ക് എന്താ നടക്കേണ്ടത്? റിഡക്ഷൻ നടക്കേണ്ട ബിയെ എ സഹായിച്ചു. അഥവാ റെഡ്യൂസിങ് ഏജന്റ്. അഥവാ നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് ഇതാണ്, ഓക്സീകാരിക്ക് എപ്പോഴും നിരോക്സീകരണവും, ഓക്സീകാരിക്ക് നടക്കുന്നത്, ഓക്സീകാരി എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സീകാരിക്ക് എപ്പോഴും നിരോക്സീകാരിക്ക് എപ്പോഴും ഓക്സീകരണമായിരിക്കും നടക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് എന്ന് ആലോചിച്ചാൽ മതി. അഥവാ ഓക്സിഡേഷൻ നടക്കുന്നയാൾ, മറക്കരുത്, ഓക്സിഡേഷൻ നടക്കുന്നയാൾ എപ്പോഴും റെഡ്യൂസിങ് ഏജന്റ് ആണ്. അഥവാ അതിൻ്റെ മലയാളം നിരോക്സീകാരിയാണ്. ഓക്സിഡേഷൻ നടക്കുന്നയാൾ എപ്പോഴും റെഡ്യൂസിങ് ഏജന്റ് ആണ്, അഥവാ നിരോക്സീകാരിയാണ്. റിഡക്ഷൻ നടക്കുന്നയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അഥവാ ഓക്സീകാരിയാണ്. ഇത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ഇല്ലേടാ? അങ്ങനെയാണ് ലാസ്റ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ നടന്ന നോക്കിക്കേ, ഇവിടെ H2 ഓക്സീകരണം നടന്നയാളാണ്. അഥവാ ഓക്സിഡേഷൻ നടന്ന H2 ആണ് ഇവിടുത്തെ എന്ത്? നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇയാളാണ് ഓക്സീകരണം നടന്നയാൾ റെഡ്യൂസിങ് ഏജന്റ്. അങ്ങനെയാണെങ്കിൽ നിരോക്സീകരണം നടന്നയാൾ ഓക്സിഡൈസിങ് ഏജന്റുമാണ്, അഥവാ ഓക്സീകാരിയുമാണ്. മനസ്സിലായോ? നേരെ തിരിച്ചായിരിക്കും എന്നർത്ഥം. റെഡി. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞേടാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. MGക്കാണ് ഓക്സിഡേഷൻ നടന്നത്. ഓക്സിഡേഷൻ നടന്ന MG ഓക്സീകാരിയല്ല, നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജന്റ്. നിരോക്സീകരണം നടന്ന HCl അഥവാ H, അയാൾ നിരോക്സീകരണമാണ് നടന്നത്. അതുകൊണ്ട് അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഇങ്ങനെയാണടാ ഈ ചാപ്റ്ററിലെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ. ഓക്സിഡേഷൻ നടന്നയാൾ നിരോക്സീകാരി, റിഡക്ഷൻ നടന്നയാൾ ഓക്സീകാരി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സഹായിക്കുക. ഒരാൾ മറ്റേയാളെയാണ് സഹായിക്കുക. അങ്ങനെ ഏജന്റ് എന്ന് പേര് വരുന്നത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ ചാപ്റ്റർ.